നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചയെ വളർത്തേണ്ടതില്ല. അത് ഭൂമിയിൽ സ്വാതന്ത്ര്യമുള്ള ജീവിയാണ്. അത് ഭൂമിയിൽ സഞ്ചരിക്കും. അതിന് പഞ്ചായത്തിലും പോകാം, അമ്പലത്തിലും പോകാം, ചർച്ചിലും പോകാം, പള്ളിയിലും വരാം. അതിന് പഞ്ചായത്ത് ഓഫീസിൽ പോകാം. നിങ്ങളാരും വോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പൂച്ചൻ്റെ സ്വാതന്ത്ര്യത്തിന് പോകും. പൂച്ചയ്ക്ക് ആവശ്യമായ ആഹാരം ഈ ഭൂമിയിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അത് പോയി കഴിച്ചോളും. നിങ്ങളാരും അതിനെ വളർത്തേണ്ടതില്ല. പക്ഷേ നിങ്ങളതിനെ വളർത്തുകയാണോ എന്നാൽ നിയമമുണ്ട്. അതെന്താണ് നിയമം? പൂച്ചയെ വളർത്തുമ്പോൾ അതിന് താമസിക്കാൻ പറ്റിയ ഒരു ഇടം സൗകര്യപ്പെടുത്തി കൊടുക്കണം. പശുവിനെ വളർത്തുകയാണോ അതിന് കിടക്കാൻ പറ്റിയ ഒരു ഇടം സൗകര്യപ്പെടുത്തി കൊടുക്കണം. അതെവിടെയാണ് അതിൻ്റെ സൗകര്യം? പശുവിന് തൊഴുത്തുണ്ടാക്കേണ്ടത് എവിടെയാണ്? പൂച്ചക്ക് കൂട് കെട്ടി കൊടുക്കേണ്ടത് എവിടെയാണ്? നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല. ഒരു പശുവിനെ ഒരു ഭൂമിയിൽ ഫ്രീ ആയിട്ട് വിടുക. എവിടെയാണോ പശു പോയി കിടന്നത് അവിടെയാണ് തൊഴുത്തുണ്ടാക്കേണ്ടത്. എന്തുകൊണ്ട്? പശുവിൻ്റെയും ഈ മൃഗങ്ങളുടെ എല്ലാറ്റിൻ്റെയും കാലിനടിയിലെ കുളമ്പിൽ ഭൂമിയിലെ നീരൊഴുക്കിനെ പറ്റി, ഭൂമിയുടെ നീരൊഴുക്കിൻ്റെ സഞ്ചാരത്തെപ്പറ്റി അറിയാൻ ഉള്ള കഴിവ് അവർക്കുണ്ട്. അവർക്ക് നമ്മെപ്പോലെ വീഴാൻ പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കൈയില്ല. അപ്പോൾ അവർക്ക് നിൽക്കുന്ന നിപ്പിൽ നീരൊഴുക്കിനനുസരിച്ചാണ് അവർ നിൽക്കുക. അപ്പോൾ ആ നൃത്തത്തിൽ പശു പോയിട്ടൊരു സ്ഥലത്ത് കടന്നാൽ അവിടെയാണ് തൊഴുത്തുണ്ടാക്കേണ്ടത്. പൂച്ച നമ്മുടെ വീട്ടിൽ എവിടെയാണ് പോയി ഒഴിഞ്ഞ് കിടക്കാറുള്ളത് അവിടെയാണ് പൂച്ചക്ക് കൂടെ ഒഴുക്കേണ്ടത്. അപ്പം നമ്മളൊരു ജീവിയെ വളർത്തുകയാണ്. ആ വളർത്തു മൃഗത്തിന് ദാഹത്തിന് വെള്ളം കിട്ടിയോ? ആ വളർത്തു മൃഗത്തിന് വിശപ്പിന് ഭക്ഷണം കിട്ടിയോ? ആ വളർത്തു മൃഗത്തിന് ഉറങ്ങാൻ സൗകര്യപ്പെട്ടോ? ഇതൊക്കെ അറിയുന്നവർ മാത്രമേ വളർത്തേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളതിനെ ഉപദ്രവിക്കേണ്ട, കയറൂരി വിട്ടേക്കൂ, അത് സ്വയമായി ജീവിച്ചുകൊള്ളൂ. പൂച്ചയെയോ പശുവിനെയോ ആടിനെയോ ഒക്കെ നമ്മൾ വളർത്തുകയാണ്. വളർത്തുമ്പോൾ അതിന് ഗർഭമായി. ഗർഭിണിയാകുമ്പോൾ അതിന് ശുശ്രൂഷ വർദ്ധിക്കണം. ഏതൊരു ജീവിയും ഗർഭിണിയാകുന്ന സമയത്ത് അതിന് കൊടുക്കേണ്ട പരിഗണന, നല്ല വാക്ക്, നല്ല ആഹാരം, നല്ല സൗകര്യം മാത്രമല്ല, ഒരു പൂച്ചയാണെങ്കിൽ അതിന് പ്രസവത്തിൻ്റെ സമയം അടുക്കുമ്പോൾ അതിന് നിർഭയമായി പ്രസവിക്കാൻ കഴിയണം. പ്രസവത്തിൻ്റെ സമയത്ത് ആ പൂച്ചക്ക് വേറെ ആരെയും പേടിക്കാതെ, പാമ്പ് വരും എന്ന പേടിയില്ലാതെ, പട്ടി വരും എന്ന പേടിയില്ലാതെ, വേറെ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുമെന്ന ഭയമില്ലാതെ സ്വസ്ഥമായി പ്രസവിക്കാൻ സൗകര്യപ്പെടുന്ന സ്ഥലം അതിന് ചെയ്തു കൊടുത്തേ മതിയാകും. ദഖലത്ത് ഇംറഅത്തുൻ നാർ. പൂച്ചയെ വളർത്തിയിട്ട് വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട പെണ്ണ് നരകാവകാശിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്. സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ ജീവജാലങ്ങളൊക്കെ. അതിനെ സ്വതന്ത്രമായി വിടുക, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അല്ല, നിങ്ങളതിനെ വളർത്തുകയാണോ, വളർത്തു മൃഗത്തിന് വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, താമസം കൊടുക്കണം, രോഗമായാൽ മരുന്ന് കൊടുക്കണം. അല്ലാഹു തആല സ്വന്തം മക്കളെ പോറ്റിയ കൂലി അതിന് കിട്ടും. നമ്മുടെ മക്കൾക്ക് ആഹാരം കൊടുത്ത പ്രതിഫലം വളർത്തു മൃഗത്തിന് കൊടുത്താലും കിട്ടും. കരളുള്ള എല്ലാ ജീവിക്കും ആഹാരം ആവശ്യമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു കുടുംബം എന്ന് കണ്ടാൽ സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞതിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ അടക്കം പങ്കാളിത്തമുള്ള കുടുംബമാണ്. ഇപ്പം നമ്മളെ വീടുകളിലൊക്കെ ചിലപ്പോൾ ചെന്നാൽ കാണാം, ചില ആളുകൾ കൂട്ടിലിട്ട് തത്തനെ വളർത്തുന്നു, അല്ലേ? അങ്ങനെ കിളികളെ വളർത്തുന്നു. ഇങ്ങനെ പല ജീവികളെയും വളർത്തുന്ന പതിവുണ്ട്. ഓക്കെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ആ ജീവികൾക്ക് ആവശ്യമുള്ളത് കിട്ടണം. ഒരിക്കൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രാമധ്യേ മുത്തുനബിയുടെ അടുക്കലേക്ക് ഒരു ഒട്ടകം വന്നു. ആ ഒട്ടകം ഇങ്ങനെ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. ആ ഒട്ടകം വല്ലാതെ സങ്കടപ്പെട്ട് മുത്തുനബിയുടെ അടുക്കൽ തലതാഴ്ത്തി നിന്നു. അതിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരും വരുന്നുണ്ട്. നബി തങ്ങൾ അതിനടുത്ത് ചെന്നിട്ട് അതിനെ ഒന്ന് തലോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഒട്ടകം സംസാരിക്കുകയാണ്. വഅതാകൽ ഉദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദക ലബ്യുൻ നുഫൂറു യാ നബി സലാം
എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു സന്തോഷമായി. കഴിഞ്ഞ ആഴ്ച ഞാനൊരു സ്ഥലത്ത് വയറു പറഞ്ഞങ്ങാണ്ട് ഞാൻ യാ നബി പറഞ്ഞങ്ങാണ്ട് ബാക്കി കാണിച്ചത് ഒരടം ഉണ്ടാതിരുന്നു, ബാക്കി ഞാൻ തന്നെ ചെല്ലേണ്ടി വന്നു. അപ്പോൾ നിങ്ങളേതായാലും എൻ്റെ കൂടി തന്നല്ലോ, അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളോട് ആ ഒട്ടകം ഇങ്ങനെ തലതാഴ്ത്തി നിന്നുകൊണ്ട് കണ്ണീരൊഴുക്കി ഒട്ടകത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ നബി തങ്ങൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു തആല റസൂലുള്ളാഹി തങ്ങൾ ഉടനെ വിളിച്ചു, ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ആ ഉടമസ്ഥൻ എത്തി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ഒട്ടകം എന്നോട് രണ്ട് സങ്കടം പറയുന്നുണ്ട്. ഒന്ന്, ഇതിന് വിശപ്പ് മനസ്സിലാക്കി നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ല, ഇതിന് ദാഹം മനസ്സിലാക്കി നിങ്ങൾ വെള്ളം കൊടുക്കുന്നില്ല, ഇങ്ങനെ ഇതിൻ്റെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഈ ഒട്ടകം എന്നോട് പരാതിപ്പെടുന്നത് ഇതിൻ്റെ മുതുകിൽ താങ്ങാനാകാത്ത ചുമട് കയറ്റി വെക്കുകയാണ്. ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർ ലോറിയിൽ 10 ടണ്ണാണ് കയറ്റേണ്ടത്, അത് 20 ടണ്ണായാലോ? ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ 407 വണ്ടിയിൽ 4 ടണ്ണാണ് കയറ്റേണ്ടത്, അത് 10 ടണ്ണായാലോ? നമ്മുടെ ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് പറയുക, ഈ റോഡ് ഒരു 10 ടൺ വാഹനം പോകാനുള്ള റോഡാണ്. ഇതിൽ സ്ഥിരമായിട്ട് 25 ടൺ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയാൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് വേഗത്തിൽ തകർന്നു പോകും. ഏതിനും അതുണ്ട്, ഏത് ജീവിക്കും അതുണ്ട്. ഇപ്പം കുറേ ആളുകൾക്കൊക്കെ ഊരവേദന, ചില ആളുകൾക്കൊക്കെ മുട്ടുംകാല് വേദന. ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു മുട്ടുംകാലിന് തേയ്മാനമാണ്. തേയ്മാനം ഉണ്ടാകുകയാണെന്ന് വെച്ചാൽ പല്ലിനാണ് ഉണ്ടാകേണ്ടത്, എല്ലിനല്ല, അല്ലേ? തേയ്മാനം സംഭവിക്കുകയാണെന്ന് വെച്ചാൽ ഏത് തേയ്മാനം വരണം? പല്ലിന് തേയ്മാനം വരണം. എന്ന് തുടങ്ങിയേക്കണേ നമ്മളിതുകൊണ്ട് പരിപാടി. അള്ളാഹു തആല ജന്മനാ തന്ന ഒരു സാധനത്തിനും തേയ്മാനം വരില്ല. പിന്നെ ഞമ്മക്ക് മനസ്സിലാകാൻ ഡോക്ടർ ഒരു ഭാഷ പറഞ്ഞതാണ് തേയ്മാനം, അല്ലാതെ പറഞ്ഞാൽ മനസ്സിലാകണല്ലോ നമുക്ക്. അതിനു വേണ്ടി പറഞ്ഞത്. എന്തുകൊണ്ട് ഊരവേദനയും തലവേദനയൊക്കെ ഊരവേദന കൂടിയത്? നമ്മുടെ കാലുണ്ട്, നമ്മുടെ കാല് ശരീരത്തിന് വെയിറ്റ് കൊടുക്കാനുള്ള പില്ലറാണ്. ഈ പില്ലറിന് അനുസരിച്ചുള്ള തടിയേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ 10 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ പില്ലർ വേറെ, 1 നിലൻ്റെ ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ പില്ലർ വേറെ, അല്ലേ? പില്ലർ 1 നിലക്ക്, ബിൽഡിങ് 3 നിലക്കും. എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ ഊരവേദന തുടങ്ങും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പില്ലർ റൂക്കുഴി പോകും, അല്ലേ? എന്ന പോലെ നമ്മളെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ആഹാരം, ആ ആഹാരമൊക്കെ എന്ത് ചെയ്യണം? തടി ഇങ്ങനെ കൂടി വരുമ്പോൾ ഒന്ന് കനം തൂക്കം എത്ര ഉണ്ട് അതനുസരിച്ചിട്ട് എത്ര വെയിറ്റ് താങ്ങാം, ഹൈറ്റിനനുസരിച്ച് വെയിറ്റിനനുസരിച്ച് എത്ര തടി പാടുണ്ട് പാടില്ല. ഞാൻ അതിലേക്ക് വരാം. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഒട്ടകം സങ്കടം പറഞ്ഞു. എൻ്റെ മുതുകിൽ ഇവർ ലോഡ് കയറ്റി വെക്കുകയാണ്, ആ ലോഡ് തന്നെ എനിക്ക് താങ്ങാമാത്രത്തിലധികം, പിന്നെ ഇവരും കയറിയിരിക്കുകയാണ്. അങ്ങനെ നബിയെ, താങ്ങാനാവാത്ത ലോഡ് ചുമന്ന് മരുഭൂമിയിലുള്ള ഞാൻ സഞ്ചരിക്കണം, അതോടൊപ്പം എനിക്ക് ആഹാരവും വെള്ളവും കിട്ടുന്നില്ല. ഈ സങ്കടം പറഞ്ഞപ്പോൾ അന്ന് സ്വഹാബാക്കൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നബി തങ്ങളുടെ മുഖത്ത് സൂര്യൻ ഉദിച്ചതുപോലെ കത്തിജ്വലിക്കുന്ന മുഖം. ഈ മിണ്ടാപ്രാണിയായ മൃഗത്തെ ഈ രൂപത്തിൽ ആരാണോ കഷ്ടപ്പെടുത്തിയത്? ഇത് നിങ്ങളെ കുടുംബത്തിലെ അംഗമല്ലേ? അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. നിങ്ങളെ കുടുംബത്തിൽ ഒരു അംഗമാണ് നിങ്ങൾ വളർത്തുന്ന മൃഗം. അതുകൊണ്ട് ആ മൃഗത്തിന് ആഹാരം, ആ മൃഗത്തിൻ്റെ താമസം, ആ മൃഗത്തിൻ്റെ ഭക്ഷണം, അത് നിങ്ങൾ സ്വന്തം ശരീരത്തെ പോലെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതാണ് കുടുംബം. ഭാര്യ ഭർത്താവ് എന്നത് ഒരു കുറച്ച് കാലാണ്, ഒരു കുട്ടിയാകുന്നത് വരെയാണ്. ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പദവി കൂടി, നമ്മൾ ഉമ്മയും വാപ്പിയായി. ഉമ്മയും വാപ്പിയും ആകുമ്പോൾ വളരെ ശ്രദ്ധ വേണം. എന്താ ശ്രദ്ധ വേണ്ടത്? മക്കൾ കേൾക്കത്തക്ക രീതിയിൽ പറയാൻ പറ്റിയത് പറ്റാത്തത്, മക്കൾ കാണത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റിയത് പറ്റാത്തത്, അത് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ മാതാപിതാക്കൾ. എന്താ കാര്യം? മക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് കുട്ടികളെ പരിഗണിക്കേണ്ടത്? മക്കളുടെ മനസ്സ് ഒരു CC ക്യാമറയാണ്. മക്കളെ മനസ്സൊരു CC ക്യാമറയാണ്, അത് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. മക്കളെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയോ ഇല്ലയോ അതെപ്പോഴാ അറിയാം? അത് ഞാൻ പറഞ്ഞുതരാം. ഒരു കുഞ്ഞ് ജനിച്ചു, ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയെ നമ്മൾ ഒന്ന് ചുംബിച്ചു, ചുണ്ടത്തൊന്ന് ചുംബിച്ചു, കുട്ടിക്കൊരു കുഴപ്പമില്ല. കുട്ടിൻ്റെ കവിളത്തൊരു ഉമ്മ വെച്ചു, കുട്ടിക്കൊരു കുഴപ്പമില്ല. കുട്ടിയുടെ നെറ്റിയിലൊരു ഉമ്മ വെച്ചു, കുട്ടിക്കൊരു കുഴപ്പമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം വാപ്പ കുട്ടിയുടെ കവിളത്ത് ചുംബിച്ചപ്പോൾ കുട്ടി കൈകൊണ്ട് ഇങ്ങനെ തുടച്ചില്ലേ? അന്ന് മുതൽക്ക് മനസ്സിലാക്കണം,
കുട്ടിയുടെ മനസ്സിൽ ചില വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുട്ടിയെ കാണത്തക്ക രീതിയിൽ ഉമ്മയും വാപ്പയും സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സാധാരണ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 ഉറുപ്പ്യൊക്കെ ഭാര്യ എടുക്കും. അത് സ്വാഭാവിക സംഭവമാണ്, എല്ലാ വീട്ടിലും ഉണ്ടാകും അതൊക്കെ. കാരണം നമ്മൾ വീട് വിട്ടിറങ്ങി അല്ലേ, സ്വാഭാവികമായിട്ടും വീട്ടിൽ കൂടെ എത്തിങ്ങാൻ്റെ പിരിവാര് വരും, കലണ്ടർ വെക്കണ പോലെ വരും. അതുപോലെ തന്നെ അപ്പോൾ ഒരിക്കൽ കൊടുക്കണമെങ്കിൽ ഒരു 50, 10, 20 ഒക്കെ കൊടുക്കണമെങ്കിൽ ഇവളെടുത്ത് പൈസ വേണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 50 ഉറുപ്പ്യോളം എടുത്തു വെക്കും, അല്ലെങ്കിൽ ഒരു 100 ഉറുപ്പ്യ എടുത്തു വെക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. അതിന് നമ്മൾ വാളെടുക്കാൻ നിൽക്കാണ്ട് അതൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്താൽ മതി, ഇരിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഉമ്മമാര് വേണം. എന്താണ്? നിങ്ങളെ കുട്ടിയെ കയ്യിൽ പിടിച്ചുകൊണ്ട്, ഉമ്മയുടെ കയ്യിൽ ആരുണ്ട്? 1 വയസ്സായ കുട്ടിയുണ്ട്, 6 മാസമായ കുട്ടിയുണ്ട്. ആ കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ട് വാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുന്നത് കുട്ടി കണ്ടാൽ കുട്ടി ഒരു കള്ളത്തരം അവന്റെ CC ക്യാമറയിൽ ഉറപ്പിച്ചു വെക്കും. കുട്ടിയെ കാണത്തക്ക രീതിയിൽ ചെയ്യാൻ പാടില്ല. ഏത് സംഗതിയിലും മക്കൾ ഉണ്ടാകുന്നതിനനുസരിച്ച് മാതാപിതാക്കളെ സ്വഭാവം നന്നാവണം. അങ്ങനെ വരുമ്പോൾ ഉമ്മ എപ്പോഴും വാപ്പയെ പറ്റിയിട്ട് നല്ല ഗുണം പറഞ്ഞു കൊടുക്കണം. മക്കളെ, വാപ്പ കഷ്ടപ്പെട്ടാണ് നമ്മൾ താമസിക്കുന്ന ഭൂമി വാങ്ങിയത്, വാപ്പ കഷ്ടപ്പെട്ടാണ് വീടുണ്ടാക്കിയത്, വാപ്പ കഷ്ടപ്പെട്ടാണ് നമുക്ക് ഭക്ഷണത്തിന്റെ സാധനങ്ങൾ എത്തിച്ചേരുന്നത്, ഒക്കെ വാപ്പാക്ക് ദ്വാർക്കണം കേട്ടോ എന്നിങ്ങനെ വാപ്പയെ പറ്റി നല്ല ഗുണം, നല്ല ബഹുമാനം ഉമ്മ പറഞ്ഞു കൊടുക്കണം. വാപ്പ അതേപോലെ തിരിച്ച് ഉമ്മയെ പറ്റി, മക്കളെ, ഉമ്മയാണ് നമ്മളെ ഗർഭം ധരിച്ചത്, നിങ്ങളെ ഉമ്മാക്ക് അന്നൊക്കെ എത്ര വിഷമാണ് ഉണ്ടായത്. നിന്നെയൊക്കെ പ്രസവിക്കുന്ന സമയത്ത് ഉമ്മ എത്ര വേദന സഹിച്ചു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഓടിപ്പോയപ്പോൾ ഉമ്മ അന്ന് മരിച്ചു പോകുമോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. ആ കാലത്തൊക്കെ നമുക്ക് വലിയ കഷ്ടപ്പാടുള്ള കാലമാണ്. മോനെ, ഉമ്മയാണ് സ്വർഗം കേട്ടോ. മോനെ, ഉമ്മാന്റെ കയ്യിലാണ് സ്വർഗത്തിന്റെ ടിക്കറ്റ് കേട്ടോ. ഉമ്മയെ പറ്റി വാപ്പ നല്ലത് പറഞ്ഞു കൊടുക്കണം, വാപ്പയെ പറ്റി ഉമ്മ നല്ലത് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും വാപ്പാനെ കുറ്റപ്പെടുത്തി ഉമ്മയും ഉമ്മാനെ കുറ്റപ്പെടുത്തിയിട്ട് വാപ്പയും സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളെ പുതിയ മക്കളുണ്ടല്ലോ, ഉള്ളത് പറഞ്ഞാൽ തന്നെ നമ്മൾ പേടിക്കേണ്ട കാലമാണ് കുട്ടികളുടെ ഇടയിൽ. കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഒരു കാലഘട്ടത്തിൻ്റെ രീതി അങ്ങനെയാണല്ലോ. എല്ലാത്തില്ലേ അല്ലാഹു റബ്ബി. വീട്ടിൽ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും, 2 ആൺകുട്ടികൾ, അവർ തമ്മിൽ കച്ചറ കൂടി. നോമ്പുമാണ്. ജ്യേഷ്ഠനും അനുജനും നോമ്പിന് തല്ലുകൂടി. അനുജൻ കരഞ്ഞ് ഉമ്മാൻ്റെ അടുത്ത് വന്നു. അപ്പം ഉമ്മ പറഞ്ഞു, എന്തേ മോനെ, കാക്ക എന്നെ തല്ലി. സാരമില്ലടാ, നോമ്പല്ലേ, അള്ളാഹു തആല അവൻ്റെ നോമ്പിൻ്റെ കൂലിയും കൂടി അനക്ക് തരുന്നതാണ്. അപ്പം ഈ കുട്ടിക്ക് റായത്തായി, എനിക്ക് 2 നോമ്പായല്ലോ, അത് നല്ലൊരു മട്ടായി ഇല്ലേ? നിങ്ങൾക്കും തോന്നിയില്ലപ്പോൾ നല്ലൊരു മധ്യസ്ഥാണ്. ഓക്കെ, സംഗതി കഴിഞ്ഞു. കുട്ടിക്ക് റായത്തായി, കരച്ചിലൊക്കെ നിർത്തി. ഉച്ചക്കൊരു 12 മണിയായപ്പോൾ കുട്ടിക്ക് ദാഹം വരൽ തുടങ്ങി. ദാഹം ഇങ്ങനെ കൂടിക്കൂടി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വിശപ്പുമായി. വിശപ്പും കൂടി ഇങ്ങനെ കൂടിയപ്പോൾ നല്ല ദാഹവും നല്ല വിശപ്പും. സമയം ഒരു 2 മണി ആയിട്ടുള്ളൂ. അപ്പം ഈ കുട്ടി വിചാരിച്ചു, ഏതായാലും 2 നോമ്പുണ്ടല്ലോ, ഒന്ന് അടിപിടി കൂടി കിട്ടിയ നോമ്പാണ്, അതിപ്പോൾ അള്ളാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല, അതുകൊണ്ട് അതാണ് മുറിച്ചിട്ട് നല്ല നോമ്പ് പോയിട്ട് പോകാമെന്നാണ് ഓൻ വിചാരിച്ചത്. എങ്ങനെയുണ്ട്? കുട്ടികളോട് സംസാരിക്കുമ്പോൾ നല്ലോണം പഠിച്ച് വർത്താനം പറഞ്ഞു വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, മാതാവ്, പിതാവ്, മക്കൾ, കുടുംബം, ഇതൊക്കെ ചേർന്ന് നിൽക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ ഓരോ സംഗതികളും. അതിനെ സംബന്ധിച്ച് നമ്മൾ ഓർമ്മിക്കുമ്പോൾ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വെക്കണം. നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വെക്കണം. ആ പിടിച്ചു വെക്കുന്നത് എങ്ങനെയാണ്? ഓരോ വാക്കും പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കാം. നമ്മൾ പറയുമല്ലോ, ദേഷ്യമുള്ള ആൾക്കാർക്ക് മോന് അരിശം മൂക്കത്താണ് എന്ന് പറയും. അതെന്താ? അത് മുന്നിലാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സാധനം മൂക്കാണ്. അതുകൊണ്ടാണ് അരിശം മൂക്കത്താണ് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ വാക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ കഴിവ് തന്ന ജീവിയാണ് നമ്മൾ. ഒരിക്കലും മാതാപിതാക്കൾ, ജ്യേഷ്ഠനുജന്മാർ, സഹോദരി സഹോദരങ്ങൾ, അവർ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ ആ ബന്ധത്തെ തകർക്കുന്നത്
നമ്മെ പരസ്പരം ഉലച്ചു കളയുന്നത്, എല്ലാ ബന്ധങ്ങളെയും തകർത്തെറിയുന്നത്. നിങ്ങളെ ശരീരത്തിൽ അല്ലാഹു തആല എല്ലില്ലാതെ വെച്ച നാവുണ്ട്. ഇതിനെപ്പറ്റി 3 ഹദീസ് ഒരുമിച്ച് പറയാം. 1, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 2 താടി എല്ലിനടക്ക് വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത അവയവമില്ലേ, ഇതുകൊണ്ട് ഒരു തെറ്റ് പറയൂല, നിനക്ക് ഉറപ്പുണ്ടോ? സ്വർഗം ഞാൻ ഒപ്പിട്ട് തരാം, മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഒരു ഹദീസ് ഓർമ്മപ്പെടുന്നത് റസൂലുള്ളാഹി തങ്ങൾ അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വെച്ചോ. നീ ഇപ്പോൾ സംസാരിക്കുന്നത് മാതാവിനോടാണോ, പിതാവിനോടാണോ, ഉസ്താദിനോടാണോ, പ്രായം ചെന്ന ആളോടാണോ, നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടാണോ, നിന്റെ ഭാര്യയോടാണോ, ഭർത്താവിനോടാണോ, ആരോടാണ്? അവർക്കനുസരിച്ച്, പ്രായമുള്ളവർക്കനുസരിച്ച്, കുട്ടികൾക്കനുസരിച്ച്, ഏറ്റവും സ്നേഹമുള്ളവർക്കനുസരിച്ച്, ഏറ്റവും ബന്ധമുള്ള, ഇങ്ങനെ അയൽവാസിക്ക് സംസാരം ആരോടാണ്? അത് നോക്കിയിട്ട് അവസരത്തിനൊത്ത് നിന്റെ ദേഷ്യം, നിന്റെ സ്വഭാവ ദൂഷ്യം, ഇതൊക്കെ കൂടെ നാവിലൂടെ പുറത്തേക്ക് വരുമ്പോൾ മുറിവ് ഉണക്കാൻ പറ്റാത്ത മുറിവ് വരും. അതുകൊണ്ട് സൂക്ഷിക്കണേ. അംസിക അലൈക ലിസാനക. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, സംസാരം 3 വിധമാണ്. 1, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതോടൊപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാകുന്ന സംസാരം, അതെത്രയും വർദ്ധിപ്പിക്കാം. 2, ഉപകാരമോ ഉപദ്രവമോ ഒന്നും ഇല്ല. നമ്മളെ നാട്ടിൽ സാധാരണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് എത്ര കുറക്കാൻ പറ്റുമോ കുറക്കണം. 3, നമ്മുടെ സംസാരം കൊണ്ട് അള്ളാഹ്ക്കും ഇഷ്ടപ്പെടൂല, പടപ്പുകൾക്കും ഇഷ്ടപ്പെടൂല, ആർക്കും ഇഷ്ടപ്പെടാത്ത വാക്ക് അത് സംസാരിക്കാതിരിക്കണം. അതാണ് അംസിക അലൈക ലിസാനക. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒട്ടേറെ മഹാന്മാർ ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയാണ്. കുടുംബ ബന്ധത്തിന്റെ സന്തോഷം നിലനിർത്തുന്നതിന്റെ വലിയ പങ്കാളിയാണ് നാവ്. ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് സന്തോഷം നിലനിൽക്കുകയില്ല. ഒരുപാട് പുതുവസ്ത്രം കൊടുത്തതുകൊണ്ട് മനസ്സ് സന്തോഷിക്കുകയില്ല. കീറിപ്പറഞ്ഞ വസ്ത്രമാണെങ്കിലും മനസ്സ് സന്തോഷിക്കും. ഒരു ഓലപ്പരയിൽ മഴ ചോർന്നൊലിച്ച് അങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ താമസിക്കുന്നത്. പക്ഷേ അവരെ മനസ്സെന്തൊരു കൗതുകമാണ്. അവർ ഈ മഴ പെയ്ത് ചോരുന്നത് അത് അവരറിയുന്നില്ല. അതവർക്കിടയിൽ ചർച്ചയില്ല. പട്ടിണി അവർക്കിടയിൽ ചർച്ചയില്ല. അങ്ങനത്തെ യാതൊരു ചർച്ചയും അവർക്ക്. എന്തുകൊണ്ട്? മനസ്സും തമ്മിൽ അടുത്തിരിക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ. ഉള്ളിലാണ് നമ്മുടെ സ്നേഹബന്ധം നിലനിൽക്കുന്നത്. ആദരവ്, അനുസരണം, ബഹുമാനം, വാത്സല്യം, സ്നേഹം, ഇതൊക്കെ അടങ്ങുന്ന ഒരു ജീവിതത്തിന്റെ മൂല്യങ്ങൾ, ഇതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ ജീവികൾക്കിടയിലും അതിൻ്റെതായ സ്നേഹ ബഹുമാനങ്ങളുണ്ട്. ഇവിടെയാണ് സന്തോഷ കുടുംബം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് നമ്മെ പഠിപ്പിച്ച ഈ ആശയങ്ങൾ. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് സ്വർഗം കിട്ടണല്ലോ, ഔസിനി യാ റസൂലല്ലാഹ്. അപ്പ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ നാവ് എപ്പോഴും ദിക്റിനാൽ പച്ച പിടിക്കട്ടെ. എന്താ ദിക്റിനാൽ പച്ച പിടിക്കട്ടെ? അള്ളാഹ് പൊരുത്തപ്പെട്ടത് വർദ്ധിപ്പിക്കുക. ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. പറയണം എന്നെക്കാട്ടിലും ദാഹം ഇപ്പോൾ കേൾക്കണം ഇങ്ങക്കാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വേഗം കുഴങ്ങണ നാട്ടുകാരാണെങ്കിൽ നമുക്ക് നിർത്തല്ലേ. അള്ളാഹു തആല ഖൈർ തരട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനുകളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകക്കാമ്പുകൾ, ചെറിയ നിസാര കാര്യങ്ങൾ, പക്ഷെ അത് വലിയ വിഷയങ്ങളാണ്. വീടുകൾക്കടുത്ത് നമ്മുടെ നാവ് കൊണ്ടുണ്ടാകുന്ന ചില സംസാരം എത്രയാണ് മനസ്സുകൊണ്ട് അകൽച്ച ഉണ്ടാക്കുന്നത്, എത്രയാണ് മനസ്സുകൊണ്ട് അതൃപ്തി ഉണ്ടാക്കുന്നത്, എത്രയാണ് മനസ്സുകൊണ്ട് അടുപ്പമുണ്ടാക്കുന്നത്. എൻ്റെ വാക്ക് അയൽവാസികളെ അടുപ്പിക്കുന്നതാണോ അകൽച്ചയിലേക്ക് പോകുന്നതാണോ? എൻ്റെ വാക്ക് ജ്യേഷ്ഠാനുജന്മാരെ സന്തോഷിപ്പിക്കുന്നതാണോ അകൽച്ചയിലാണോ? 2 ആളുകൾക്കിടയിൽ ചെറിയൊരു പിണക്കം, ആ പിണക്കത്തെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ സംസാരിച്ചാൽ അതിന് ദിക്ർ ചൊല്ലിയ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വാഭാവികമായിട്ടും ഒരു ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഒരു പിണക്കമുണ്ടായി. പള്ളിയിലെ ഉസ്താദോ കമ്മിറ്റിയിലെ 4 ആളോ ചേർന്ന് അവരെ കൂട്ടിയിരുത്തിയിട്ട് സംസാരിച്ചിട്ട് അത് ഇണക്കി വിടാൻ സാധിച്ചാൽ ആ സമയം മുഴുവനും ദിക്ർ ചൊല്ലിയ പ്രതിഫലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു കുടുംബത്തിലുള്ള വല്യപ്പ, ഒരു കുടുംബത്തിലെ വല്യമ്മ, മക്കൾക്കിടയിലോ മരുമക്കൾക്കിടയിലോ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. 2 കൂട്ടരെയും വിളിച്ചിരുത്തിയിട്ട് സംസാരിച്ചു.
അവരെ നല്ല രീതിയിൽ ഉപദേശിച്ച് അവരെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ച് വിട്ടാൽ ആ മാതാപിതാക്കൾക്ക് ആ ചെയ്തിരിക്കുന്ന പ്രതിഫലം അല്ലാഹു തആല മഗ്ഫൂറൻ ലഹു, ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അതല്ലേ വേണ്ടത്. പിന്നെ നമ്മളെല്ലാവരും കുടുംബജീവിതത്തിന്റെ ഐശ്വര്യത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യുമ്പോൾ എല്ലാവരെയും ചേർത്ത് ദുആ ചെയ്യണം. എന്നെയും എന്നുടെ ഉമ്മയും ബാബയും അറിവൈ പഠിപ്പിച്ച മുഅ്മിൻ എല്ലാരെയും, അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും. അടുത്ത വരി എന്താ? എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൽ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാ. ഓ മുത്തു മുഅ്മിനുകളെ, നമ്മുടെ ദുആ ആണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട സന്തോഷമുള്ള കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ദുആ. നമ്മൾ ദുആ ഇറക്കുമ്പോൾ എനിക്ക് എന്നൊരിക്കലും ദുആ ചെയ്യാൻ പാടില്ല. പടച്ചവനെ, എനിക്കും മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും ദുആ ചെയ്യുമ്പോൾ എല്ലാവരെയും ചേർത്ത് ദുആ ചെയ്യുക. നമ്മളുമായി പിണക്കമുള്ളവരുണ്ടോ അവരെയും ദുആയിൽ ചേർക്കുക. നമ്മളുമായി അടുപ്പമുള്ളവരുണ്ടോ അവരെയും ദുആയിൽ ചേർക്കുക. നമുക്ക് ഉപകാരം ചെയ്തു തരുന്നവരുണ്ടോ അവരെയും ദുആയിൽ ചേർക്കുക. നമ്മളെ ഒരു ഉപദ്രവിക്കുന്നവരാണോ അവരെയും ദുആയിൽ ചേർക്കുക. കാരണം നമ്മുടെ ദുആ കാരണമായി അവരെ മനസ്സിന് മാറ്റം വരാം, അവരെ മനസ്സിന് പരിവർത്തനം വരാം. സന്തോഷ കുടുംബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദുആ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി. ദുആ മുഅ്മിനിന്റെ ആയുധമാണ്. ആ ആയുധം കൊണ്ട് നിങ്ങൾ നോക്ക്, നിങ്ങൾ സമാധാനത്തിൽ കീഴടക്കുക എന്നതൊരു വലിയ യുദ്ധമാണ്. ആയുധം എടുത്തുകൊണ്ട് കീഴടക്കുന്നതിനേക്കാൾ വലിയ യുദ്ധമാണ്. അതൊക്കെ എപ്പോൾ പോകേണ്ട സംഗതിയാണ്, നാട്ടു നടപ്പുള്ള സംഗതിയല്ലേ, അതൊന്നും ചോദിക്കേണ്ട സംഗതിയല്ല. അതൊക്കെ അതിൻ്റെ ടൈമിൽ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ നിർത്താനായി. അല്ലാഹു തആല ഖൈർ തരുമാറാവണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പിരിവുകളൊക്കെ എടുത്ത് കൂടെ വരും. പിന്നെ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ അടുത്ത് കൂടെ പോകണില്ലെങ്കിൽ നിങ്ങൾ പോകണ്ട. കൂറ്റമ്പാറ ഉസ്താദ് വന്നെന്നാണ് ഞങ്ങളെ പിരിവ് വാങ്ങാതിരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എല്ലായിടത്തും വാങ്ങണം. സഹോദരിമാരൊക്കെ നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ 50-100 കൊണ്ടേ വരുള്ളൂ. ഈ ഒരു ബക്കറ്റ് തന്നെ എല്ലായിടത്തും. ഒരു വളണ്ടിയേഴ്സ്, അൽഹംദുലില്ലാ. ആ വളണ്ടിയേഴ്സൊക്കെ അവിടെ സജീവമാകുക. എല്ലാവരും പിരിവ് കൊടുക്കണം, നല്ലോണം കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. ഞാൻ നാളെ ഒരു മഹല്ലത്ത് പോയതിൻ്റെ ശേഷം എനിക്ക് വലിയ വിഷമമായി. മഹല്ലത്തിൽ പോയി കാലിയാർക്ക് 1000 റുപ്യ ശമ്പളം കൂട്ടി, അസിസ്റ്റൻറ്റിന് 500 റുപ്യയും കൂട്ടി. 2000-1000 അങ്ങനത്തെ കൂട്ടിയത്. അപ്പം നാട്ടുകാർക്കൊക്കെ പാടെ മുഖം വാടി ഒരു വിഷമായി. അപ്പം എന്നോടൊരാൾ സ്വകാര്യം പറഞ്ഞു, ഉസ്താദ് ഇവർ പറഞ്ഞത് കൂറ്റമ്പാറ ഉസ്താദ് വന്നിട്ട് ഇപ്പം എന്തേ കാര്യം കിട്ടിയത്? കാലിയാർക്ക് 2000 കിട്ടി, പിന്നെ മൊല്ലാക്കാക്ക് 1000 കൂട്ടി. മൂപ്പര് വന്നുകൊണ്ട് പോൽക്കാരുണ്ടാക്കും കാര്യമായി. അത് കേട്ടപ്പോൾ എനിക്കും വല്ലാത്തൊരു വിഷമായി. ഞാൻ വേഗം എല്ലാവരും കൂട്ടി ഒരു 10 സലാത്തി എല്ലി ഒക്കെ റാഹത്താക്കി. അവിടെയൊക്കെ 150 റുപ്യാണ് വരിസംഖ്യ. അതാണ് 200 ആക്കി. എല്ലാവർക്കുമാണ് കൂട്ടി. അപ്പം എല്ലാവർക്കും റാഹത്തായി, സന്തോഷമായി. എല്ലാവരും ദ്വാർന്ന് ജുമയ കഴിഞ്ഞങ്ങാണ്ട് ഒരു വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി നെയ്ച്ചോറും ഇറച്ചിയൊക്കെ തന്ന് ഇനിയും ചെല്ലാൻ പറഞ്ഞിരിക്കണത്. അപ്പം മനസ്സിലായല്ലോ. അപ്പം അതാ കൂട്ടാണെങ്കിൽ എല്ലാവർക്കും കൂട്ടാം. അത് ഞാൻ അന്ന് പഠിച്ചു വെച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിരിവ് വാങ്ങുന്നുണ്ടോ എല്ലാവരുടെ കൂടി പോയി വാങ്ങുക. അല്ലാതെ കൂറ്റമ്പാറ ഉസ്താദ് വന്നെങ്ങാണ്ട് ആണുങ്ങളടുത്ത് കൂടെ ബക്കറ്റ് കൊടുത്തയച്ചു ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നെങ്ങാണ്ട് അങ്ങനെ വരാൻ പറ്റൂല. അള്ളാഹുവിന് ഖൈർ നൽകണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ രക്തബന്ധം, വിവാഹബന്ധം, അയൽവക്ക ബന്ധം, ഈ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന അയൽവാസി എന്നാണ് പരിഗണിക്കേണ്ടത്. അയൽവാസി ഹിന്ദുവാണോ, മുസ്ലിമാണോ, നിരീശ്വരവാദിയാണോ, LDF ആണോ, UDF ആണോ, ഏതെങ്കിലും, അതൊന്നും നോക്കേണ്ടതിൽ അയൽവാസി എന്നാണ് നോക്കേണ്ടത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അതാണ് മുത്തനബിയുടെ വാക്ക്. അതുകൊണ്ട് കുടുംബം എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന സംഗതിയാണ് അയൽവാസി. നിങ്ങൾ ഓർത്തു നോക്കൂ, സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട് ഒരു ഹൈന്ദവ സഹോദരൻ്റെതാണ്. അവിടെ ഒരാൾ ക്യാൻസർ രോഗിയായിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. നമ്മളിവിടെ നെയ്ച്ചോറുണ്ടാക്കിയിട്ട് കഴിച്ചാൽ ആ ഭക്ഷണത്തിന് വല്ല രുചിയുണ്ടാകുമോ? നമ്മൾ ഇപ്പുറത്തെ വീട് ഒരു മുസ്ലിമിൻ്റെ വീടാണ്. അവിടെ ഒരു പെൺകുട്ടിക്ക് ഭ്രാന്തായിട്ട് ഇളകി കൂക്കിങ്ങോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ നെയ്ച്ചോറിന് വല്ല രുചിയുണ്ടാകുമോ? ഇവിടെയാണ് ബന്ധം എന്ന് പറയുന്നത്. അയൽവക്ക ബന്ധം, അതിന് ജാതി മതം നോക്കേണ്ടതില്ല. രക്തബന്ധം, വിവാഹബന്ധം, ഈ ബന്ധങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം. അതുകൊണ്ടാണ് എൻ്റെ 1 ഏക്കർ ഭൂമി ഞാൻ 10 ലക്ഷത്തിന് വാങ്ങിയതാണ്. അതിലൊരു മതിൽ കെട്ടി ഞാൻ 2 ലക്ഷം ചെലവാക്കിയതാണ്.
അതിൽ കിണർ കുഴിച്ചു, 2 ലക്ഷം ചെലവാക്കിയതാണ്. അതിൽ മോട്ടോർ വെച്ചു, ഞാനത് 50,000 ചെലവാക്കിയതാണ്. അതിന് കറണ്ട് എടുത്തു, 50,000 ചെലവാക്കിയതാണ്. ഇതൊക്കെ എൻ്റെതാണ്. പക്ഷെ അതിൽ വെള്ളം കണ്ടാൽ ആ വെള്ളം എൻ്റെതല്ല. ആ വെള്ളം ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്കൊക്കെ കൊടുത്തിരിക്കണം. എൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം തരൂല എന്ന് ഒരാൾക്കും പറയാൻ പാടില്ല. അയൽവാസികൾക്കൊക്കെ ആ കിണറ്റിൽ നിന്ന് വെള്ളം. എന്തുകൊണ്ട്? അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. അപ്പുറത്തെ പറമ്പിലെ നീരൊഴുക്ക്, ഇപ്പുറത്തെ പറമ്പിലെ നീരൊഴുക്ക്, ഇതൊക്കെ ചേർന്നതാണ് നിന്റെ കിണറ്റിലെ വെള്ളം. അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ രൂപത്തിലുള്ള പരിഗണനയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തരത്തിലുള്ള നല്ലൊരു സന്തോഷ ജീവിതം കുടുംബത്തിന് ഒന്നിച്ച് എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും ഒരുമിച്ച് സ്വർഗത്തിൽ പോകാൻ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ജീവിതത്തിൽ വരുന്ന പാകപ്പിഴവുകൾക്ക് നമ്മൾ തന്നെ മാപ്പ് പറയണം. നമ്മളെ പാകപ്പിഴവുകൾക്ക് നമ്മൾ തന്നെ തൗബ ചെയ്യണം. അള്ളാഹിനോട് തൗബ ചെയ്യുക, പടപ്പുകളോട് മാപ്പ് പറയാം. അതിന് മടിച്ചു നിൽക്കാൻ പാടില്ല ആരും. ഇപ്പം ആൾക്കാർക്ക് തൗബ ചെയ്യാൻ മനസ്സില്ല. തൗബ ചെയ്യണതൊക്കെ ആരാ? അല്ലാഹു റബ്ബി. മയ്യത്തെ പള്ളിയിൽ കൊണ്ടുവന്നാൽ ഇപ്പം കാലിയാർ ഉസ്താദൊക്കെ ഒരു തൗബ ചെയ്യും. അതിന് കാത്തിക്കാണ് എല്ലാവരും. ഇവിടെയൊക്കെ അല്ലേ പള്ളിയിൽ മയ്യത്ത് കൊണ്ടെന്ന് വെച്ചാൽ അല്ലാ, നമ്മളെ മുമ്പിലുള്ള ഈ ജനാസ ഇതാരാണ്? ഇത് പിലാക്കൊമ്പത്തെ ചേക്കുട്ടി എന്നാൾ മരിച്ചു, അദ്ദേഹത്തിൻ്റെ ജനാസയാണ്. അതുകൊണ്ട് ഇദ്ദേഹം നമ്മളെ നാട്ടിൽ ജീവിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാക്കടപാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടണം. അങ്ങനെയല്ലേ നമ്മൾ പറയല്? അല്ലേ? പള്ളിക്കെന്നാലും വാക്കടപാട് പൊരുത്തപ്പെടണം. ഹക്കടപാടുണ്ടെങ്കിൽ മക്കളോട് ചോദിക്കണം. ഒരു പള്ളിയിൽ നിന്ന് ഇതുപോലത്തെ ഒരു സാധു ഉസ്താദ് അയാൾ പറഞ്ഞു വാക്കടപാടുകളൊക്കെ പൊരുത്തപ്പെടണം. ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലിയോട് ചോദിക്കണം എന്ന്. അപ്പം രണ്ടാമത്തെ സൊഫെന്ന് ഒരാൾ പറഞ്ഞു മുഹമ്മദ് അലി ഓൻ തരാളുള്ളത് തന്നാൽ മതിയായിരുന്നു. അല്ലാഹു റബ്ബി, ഇങ്ങനത്തെ മഹന്മാരിനെ കണ്ടുകാണ്ട് മരിച്ചാൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല. അവനാൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തം ഒന്ന് ആലോചിച്ചോളി. ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ, സഹോദരിമാരെ, പൊരുത്തപ്പെടിപ്പിക്കേണ്ട കാര്യത്തിന് ആരെയും കാത്തു നിൽക്കേണ്ടത്. മുതലാളിക്ക് തൊഴിലാളിയോട് പറയാം, മോനെ എനിക്ക് ദേഷ്യം വന്ന സമയത്ത് നിന്നോട് ഞാൻ സംസാരിച്ചത് നീ മനസ്സിൽ വെക്കണ്ട, ഞാനത് ദേഷ്യപ്പെട്ട് പറഞ്ഞു പോയതാണ്, സാരല്ലോ. ഇത് ഭർത്താവിന് ഭാര്യയോട് പറയാം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാം, ഇത് വാപ്പാക്ക് മക്കളോട് പറയാം, മക്കൾക്ക് വാപ്പാനോട് പറയാം. ആർക്കും ആരോട് വാക്കിലേറി എന്ന് തോന്നിയാൽ അപ്പം തന്നെ പൊരുത്തപ്പെടിപ്പിക്കൽ അവരുടെ ധർമ്മമാണ്. ഓനോടൊന്നും ഞാൻ പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റില്ല എന്ന് ഒരു വല്യപ്പിയും വിചാരിക്കണ്ട. എല്ലാവരും പരസ്പരം മനസ്സിൻ്റെ പൊരുത്തം, ഇങ്ങനെയുള്ള ഒരു നല്ല സന്തോഷത്തിൻ്റെ നാവും സ്വഭാവവും, അതാണ് കുടുംബജീവിതത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എന്നിട്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, കുടുംബജീവിതം ഐശ്വര്യത്തിലാകാൻ, കുടുംബജീവിതം സന്തോഷത്തിലാകാൻ, കുടുംബജീവിതം എല്ലാവർക്കും റാഹത്താകാൻ എല്ലാവരും ചെയ്യേണ്ട ഒരു ദുആയുണ്ട്. ഇത് പറഞ്ഞ് ഞാൻ നിർത്തും. ഈ ദുആ നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫുർഖാൻ നമ്മളെ ആ ദുആ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. വല്ലാത്തൊരു ദുആയാണത്, വല്ലാത്തൊരു ഐശ്വര്യമുള്ള ദുആയാണ്. റബ്ബനാ, ഞങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ച് തീറ്റിപ്പോറ്റി വളർത്തുന്ന ഉടമസ്ഥനായ അല്ലാഹ്, ഹബ് ലനാ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഓശാരമായി തരണേ, മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളെ കുടുംബത്തിലും സമൂഹത്തിലും ഖുർറത അയുൻ, കൺകുളിർക്കേ സന്തോഷം നിലനിർത്തണേ അല്ലാഹ്. വല്ലാത്തൊരു ദുആ. ഇത് ഭാര്യമാര് ദ്വാരക്കാൻ പഠിക്കണം, ഭർത്താക്കന്മാർ പഠിക്കണം, മക്കൾ പഠിക്കണം, വാപ്പ പഠിക്കണം, ഉമ്മ പഠിക്കണം, വല്യമ്മ പഠിക്കണം, അമ്മായിമ്മ പഠിക്കണം, മരുമകൾ പഠിക്കണം, മരുമകൻ ഒരു കുടുംബത്തിലെ എല്ലാവരും ഈ ദുആ പതിവാക്കുന്നവരാണോ ആ കുടുംബജീവിതം ഐശ്വര്യമായിരിക്കും, ആ കുടുംബജീവിതം സന്തോഷമായിരിക്കും.